ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ടാണ് താല്പര്യമുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും നോർമൽ അക്കൗണ്ടിൽ നമുക്ക് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം, ചാർജസ് കൂടുതലാണ്. അപ്പോൾ ഞാനും തന്നെ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ മെയിൻ 2 പ്രൈമറി അക്കൗണ്ടുകൾ ഒഴിച്ചു ബാക്കിയല്ല, എന്ന് വെച്ചാൽ കുറേ അക്കൗണ്ട് ഉണ്ട്. ഞാൻ ബാക്കിയുള്ള നോർമൽ അക്കൗണ്ടുകളൊക്കെ ഒന്നെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് കൺവേർട്ട് ചെയ്തോ, അല്ലാത്തതൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇനി എന്താ പറയുക സീറോ ബാലൻസ് അക്കൗണ്ടുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ കുറേ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളുടെ ഒരു വീഡിയോ എടുക്കാൻ പറ്റും, നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ BOB ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓൺലൈൻ എടുക്കാൻ പറ്റുന്ന സീറോ ബാലൻസ് അക്കൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. BOB ലൈറ്റ് അക്കൗണ്ട് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. നമുക്ക് ഇവിടെ റൂപേ കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഡെബിറ്റ് കാർഡ് കാണിച്ചു തരാം. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലാണ് അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ ഫുള്ള് കാണിച്ചു തരാൻ പറ്റില്ല. ഇവരെ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പ്ലാറ്റിനം കാർഡാണ് വരുന്നത്. റൂപേ വേരിയന്റിൽ വരുന്ന ഡെബിറ്റ് കാർഡാണത്. അപ്പോൾ ഇത് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചു. നമുക്ക് ഇങ്ങനെ ഒരു വെൽക്കം കിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനായിരുന്നു നമുക്ക് ഡെബിറ്റ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നത്. വെൽക്കം കിറ്റ് കിട്ടാൻ നമുക്ക് ഓൾമോസ്റ്റ് ഒരാഴ്ച പിടിച്ചു കിട്ടാം. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡറി നമ്പറിലാണ് ഞാൻ ഈ അക്കൗണ്ട് തുറന്നേക്കുന്നത്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇതിൻ്റെ ആപ്പും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ആപ്പ് എന്നാണ് ഞാൻ പറയാം. BOB വേൾഡ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് തന്നെ കയറാം. അതുപോലെ തന്നെ വെർച്വൽ കാർഡ് നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക യൂസർ ഇൻ്റർഫേസ് ആണ് ഇതിൻ്റെ. അത്യാവശ്യം നല്ല യൂസർ ഇൻ്റർഫേസ് എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഇതിൽ നമ്പറിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഫുള്ള് കാണിച്ചു തരാനുള്ള പ്രശ്നം ഉണ്ട്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കണ്ടോ ആപ്പിൽ വരിക. ഞാനത് മുകളിലേക്ക് ഞാൻ ഇതിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇവരുടെ ആപ്പിൻ്റെ ഡിസൈൻ കണ്ടോ. അപ്പോൾ ആപ്പിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം അല്ലാണ്ട് നമുക്ക് UPI ഉണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ക്രെഡിറ്റ് സ്കോർ നോക്കാനുണ്ട്, മൊബൈൽ റീചാർജ്, മ്യൂച്വൽ ഫണ്ട്, എല്ലാ സംഭവം ഉണ്ട്. അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇഷ്യൂസും സംഭവം നമ്മൾ ഇതിലോട്ട് അതെന്താ വെച്ചാൽ നോർമലി നിങ്ങൾക്ക് അറിയാം ഇതുപോലെ പബ്ലിക് ബാങ്കുകളുടെ ആപ്പ് ഭയങ്കര ഷോക്കാണ്. വൻ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഷോക്കാണ്. SBI അടക്കം വൻ ഷോക്കാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ക്ലോസ് ആവും, ഇടയ്ക്കൊക്കെ വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഒരു 10 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂസോ സംഭവം നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വെർച്വൽ കാർഡും സംഭവങ്ങളൊക്കെ കാണാനും പറ്റും. നമുക്ക് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റില്ല, ഓൾറെഡി BOB ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ല. വെർച്വൽ കാർഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കുള്ള ഒരു വെർച്വൽ കാർഡും നമുക്കൊരു ഫിസിക്കൽ കാർഡുണ്ട്. രണ്ടെണ്ണത്തിന് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഫുൾ ഡീറ്റെയിൽസ് അവർ കവർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ എന്നാലും ഞാൻ അത് പെട്ടെന്ന് മാറ്റിയെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആപ്പ് അല്ലാണ്ട് നമുക്ക് വെൽക്കം ബെനിഫിറ്റും വെൽക്കം കിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ വെൽക്കം കിറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഇതിലാദ്യം കാർഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ അടുത്ത് ഓൾറെഡി പുറത്ത് കാണിച്ചു തന്നിരുന്നു. അതിൻ്റെ ഫ്രണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഫ്രണ്ടിലാണ്. ആദ്യം തന്നെ നമുക്കിങ്ങനെ ഒരു വെൽക്കം ലെറ്ററാണ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിൽ വെൽക്കം ലെറ്റർ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക അക്കൗണ്ട് നമ്പറും കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ നമ്പറും അഡ്രസ്സും സംഭവമൊക്കെയാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ കവർ ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. വി ആർ ഓണേർഡ് ദാറ്റ് യു ഹാവ് ചൂസൺ us to ആസ് യുവർ ട്രസ്റ്റഡ് ബാങ്കിങ് പാർട്ണർ ഫോർ യുവർ ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് അതൊരു ജസ്റ്റ് നോർമൽ വെൽക്കം ലെറ്റർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡൂസ് ആൻഡ് ഡൂസ്, അതായത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള പേപ്പർ ഉണ്ട്. ഇതാണ് ആദ്യത്തെ ലെറ്റർ ഉള്ളത്. പിന്നെ നമുക്ക് ഒരു ചെക്ക് ബുക്ക് ഉണ്ട്. കണ്ടോ, ഒരു ചെക്ക് ബുക്ക് ഉണ്ട്. നമുക്ക് എത്ര പേജിൻ്റെ ചെക്ക് ബുക്കാന്ന് നോക്കി നോക്കാം. 10 എണ്ണത്തിൻ്റെ ചെക്ക് ബുക്കാണ്. ചെക്ക് ബുക്കിൽ നമുക്ക് അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബ്രാഞ്ചും ഉണ്ട്, ബ്രാഞ്ചിൻ്റെ പേരും ബ്രാഞ്ചിൻ്റെ IFSC കോഡ് നോർമലുള്ള പോലെ എല്ലാത്തിനും സംഭവം ഉണ്ട്. 10 എണ്ണം തന്നെയാണ് കേട്ടോ. ഇതിന് എക്സ്ട്രാ ചാർജ് സംഭവമൊന്നുമില്ല, ഇത് ഫ്രീ ആണ്. 10 എണ്ണം എക്സ്ട്രാ ചാർജ് ഇല്ല. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ നമുക്ക് വന്നിരിക്കുന്നത് കോഡ് ഓഫ് ബാങ്കിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ടു കസ്റ്റമേഴ്സ് പറഞ്ഞൊരു ബുക്ക്ലെറ്റ്, അവരുടെ മാനുവൽ പോലെ സംഭവമാണ്. പിന്നെ നമ്മുടെ വേറൊരു ബുക്ക്ലെറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡെബിറ്റ് കാർഡ്, ബാങ്ക് ഓഫ് ബറോഡയുടെ ഡെബിറ്റ് കാർഡിനനുസരിച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പിന്നെ നമുക്ക് എങ്ങനെ ഇത് ഡെബിറ്റ് കാർഡിന് പിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എല്ലാതും നമുക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ. പബ്ലിക് ബാങ്ക് ആയതുകൊണ്ട് തന്നെ അവർ നമ്മുടെ നാഷണൽ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ നാഷണൽ ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റില്ല, ഹിന്ദി നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ സംസാരിക്കുന്ന ഭാഷയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ. എല്ലാം വരെ മാനുവൽ ബുക്കായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. വേറെ ഒരു ബുക്ക് കൂടി ഉണ്ട്, സ്മാർട്ട് ബാങ്കിങ് ബുക്കിൽ എന്നൊരു സംഭവം ഉണ്ട്. ഇത് ആക്ച്വലി ഇംഗ്ലീഷിലും ഉണ്ട് ഹിന്ദിയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം കാർഡ്, എങ്ങനെ ഡെബിറ്റ് കാർഡ് മാനേജ് ചെയ്യാം,
ഇൻ്റർനെറ്റ് ബാങ്കിങ് നമുക്ക് എങ്ങനെ എന്താ പറയുക രജിസ്റ്റർ ചെയ്യാം, അതിനൊക്കെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്കത് ഫുൾ മുമ്പേ ചെയ്യാൻ പറ്റും കേട്ടോ. അവരുടെ ഒരു നമ്മുടെ ബാങ്ക് ത്രൂ തന്നെ നമുക്ക് ആക്ച്വലി ഒരു പിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഡെബിറ്റ് കാർഡ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആക്ച്വലി നമുക്ക് ഈ BOBയുടെ വേൾഡ് എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ നെറ്റ് ബാങ്കിങ് പ്രൊസീജിയറിൽ കാണാൻ പറ്റുന്നത്. നെറ്റ് ബാങ്കിങ്ങിൻ്റെ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ അക്കൗണ്ട് തുറന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ ആക്ച്വലി നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് അയച്ചു തരും. അത് അയച്ചു തന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ നമ്പർ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ്സ് വരും, അതിലേക്ക് നമ്മൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എന്താ പറയുക നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് അയച്ചു തരും. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും, അതുപോലെ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ബാങ്കിങ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. മൊബൈൽ ബാങ്കിങ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിലും കയറാൻ പറ്റും. അപ്പോൾ ആപ്പ് കാരണം ഒരു പിന്ന് ജനറേറ്റ് ആവും, മൊബൈൽ ബാങ്കിൽ നെറ്റ് ബാങ്കിൽ കയറിയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ പിന്ന് കൊണ്ട് നമുക്ക് മൊബൈൽ ബാങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള അക്കൗണ്ട് പോലെ തന്നെ ശരി നോർമലി ഡെബിറ്റ് കാർഡിനായി മാത്രം തന്നെ പറ്റുള്ളൂ നമുക്ക് മൊബൈൽ ബാങ്കിങ് ഉപയോഗിക്കാം, അതായത് മൊബൈലിൽ ആപ്പിൽ ലോഗിൻ ചെയ്യാൻ. അപ്പോൾ അത് നമുക്ക് നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയും കയറാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ മിക്ക ബാങ്കുകളും നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മെയിൻ ബാങ്കുകളും എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക, അവരൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുക, അതുപോലെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളടക്കം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നൊരു ബാങ്ക് അക്കൗണ്ട് ആക്ച്വലി BOBയുടെ അക്കൗണ്ട് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അക്കൗണ്ടാണ് BOB. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ ഓൺലൈൻ ലോഗിൻ ചെയ്യാനോ അല്ലെങ്കിൽ ലോഗിൻ അല്ല ഓൺലൈൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഇഷ്യൂസുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യില്ല. ഞാൻ തന്നെ കുറേ പ്രാവശ്യം ഇത് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നു, പിന്നെ കുറേ പ്രാവശ്യം എറർ വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് അവർ പറയും നമ്മുടെ നെയിം മിസ്മാച്ച് ആണ് പാൻ കാർഡിലും ആധാർ കാർഡിലും, പക്ഷേ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ വെച്ചാൽ ഞാനൊരു ആഴ്ച കഴിഞ്ഞൊരു സാധനം സെയിം സാധനം നോക്കിയപ്പോൾ ശരി. അപ്പോൾ കോമഡിയാണ്. നിങ്ങൾക്ക് അറിയാം നോർമലി പബ്ലിക് ബാങ്കുകളുടെ വെബ്സൈറ്റൊക്കെ അറിയാമല്ലോ, അതേ സ്ഥിതി തന്നെയാണ്. ഭാഗ്യം കിട്ടുന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഞാനിത് ആദ്യം അപ്ലൈ ചെയ്യാൻ നോക്കിയിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ എറർ അതുപോലെ നെയിം മിസ്മാച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കോൺടാക്ട് ബ്രാൻഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇത് നോക്കിയപ്പോൾ സംഭവം ഓക്കെ. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. പബ്ലിക് ബാങ്കുകളുടെ വെബ്സൈറ്റിൻ്റെ മെയിൻ്റനൻസ് ഒന്നും കറക്റ്റൊന്നും ചെയ്യാണ്ട് നിങ്ങൾക്ക് അറിയാം, മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഇൻഡി ബാങ്ക് അക്കൗണ്ടാണ്. അതും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ റീസെൻ്റ്ലി ഡെബിറ്റ് കാർഡിൻ്റെ അൺബോക്സിംഗ് ആൾക്ക് ചെയ്ത് തന്നു, കാണാത്ത പോയി കണ്ടുനോക്കുക. അതും അത്യാവശ്യം നല്ല ഓൺലൈൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല അക്കൗണ്ട് തന്നെയാണ്. നമുക്കതിൽ പ്രീ അപ്രൂവ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സുകളും പേഴ്സണൽ ലോൺസും കിട്ടും. ഇൻഡസ്ഇൻഡ് ബാങ്കിനൊക്കെ ക്രെഡിറ്റ് കാർഡ്സുകൾ അപ്രൂവൽ ആയിട്ട് ഭയങ്കര കുറവാണ്. പക്ഷേ ലോൺസുകൾ അപ്രൂവ് ആവുന്നത് പ്രീ അപ്രൂവ്ഡ് വരുന്നതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ക്രെഡിറ്റ് കാർഡ്സ് കുറച്ച് ഇഷ്യൂ എന്നാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു പിൻകോഡ് ഇഷ്യൂ ഉണ്ട്, വേറെ കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ BOB ലൈറ്റ് അക്കൗണ്ടിൻ്റെ എന്താ പറയുക വെൽക്കം കിറ്റും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിൻ്റെയും അൺബോക്സിങ്ങും സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ലിങ്ക് ഞാൻ ഉണ്ടോ നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഇടാം കേട്ടോ. എന്തായാലും ഞാൻ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 വേറെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കില്ല സീറോ ബാലൻസ് അക്കൗണ്ട് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. കോട്ടൊക്കെ 20 അക്കൗണ്ട് ആകുമ്പോൾ നമുക്കത് ഓൺലൈൻ ഇപ്പോൾ അവൈലബിൾ അല്ല, ഓൾറെഡി ബാൻ ആയതുകൊണ്ട് അവൈലബിൾ അല്ല. അതല്ലെങ്കിൽ നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് അക്കൗണ്ട് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ രക്ഷയില്ല. ഓൾറെഡി ഉള്ളവർക്ക് കുഴപ്പമില്ല, ഞാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇടിയോട്ടാണ്. പക്ഷേ ഇനി കിട്ടില്ല, അത് വേറെ കാര്യം. ഇനി കിട്ടില്ല എന്നല്ല, അത് ബാൻ മാറിയാലേ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസും മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം.